ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ആ ഭാഗങ്ങൾ കണ്ട ശേഷം ബാക്കി ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ CBSE മാത്സിന് 1-to-1 ട്യൂഷൻ അവൈലബിൾ ആണ്. ഏതെങ്കിലും കൂട്ടുകാർക്ക് ഓൺലൈൻ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ ട്യൂഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 9ലെ പാറ്റേൺസ് ഇൻ ഷേപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, പാറ്റേൺസ് ഇൻ ഷേപ്സ്. ഷേപ്സിൽ പാറ്റേൺസ് വരുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നാണ് ചോദിക്കുന്നത്. അതർ ഇമ്പോർട്ടൻറ്റ് and basic patterns that occur in mathematics are patterns of shapes. These shapes may be in 1, 2, 3 dimensions or in even more dimensions. The branch of mathematics that studies patterns in shapes is called geometry. ഇപ്പോൾ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? മാത്സിനകത്ത് പാറ്റേൺസിൻ്റെ ഷേപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മാത്സിലെ ഒരു ബ്രാഞ്ചാണ് എന്തോന്ന്? ജോമെട്രി എന്ന് പറയുന്നത്. Shape sequence are one important type of shape pattern that mathematicians study. അപ്പോൾ ഈ ഷേപ്പിലെ സീക്വൻസസ് എന്ന് പറയുന്നത് മാത്സിനകത്ത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണെന്ന് പറയുന്നത്. ടേബിൾ 3 ഷോസ് എ ഫ്യൂ കീ ഷേപ്പ് സീക്വൻസ് ദാറ്റ് ആർ സ്റ്റഡിഡ് ഇൻ മാത്തമാറ്റിക്സ്. ഇവിടെ നമുക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഷേപ്പ് സീക്വൻസ്. അപ്പോൾ എന്താണ്? ഷേപ്പ് സീക്വൻസിന് എക്സാമ്പിളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് താഴെ എന്താണ് നമ്മുടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. Can you recognize the pattern in each of these sequence in table 3? Table 3 കൊടുത്തിട്ടുള്ള patterns recognize ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Try and redraw each sequence in table 3 in your notebook. Can you draw the next shape in each sequence? Why or why not? After each sequence, describe in your own words the rule or pattern for forming the shape in the sequence. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള സീക്വൻസിൻ്റെ അടുത്ത വരുന്ന ഷേപ്പ് ഏതാണെന്ന് നമ്മൾ വരയ്ക്കണം. അതെങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഫസ്റ്റ് വൺ ഏതാ? ട്രയാങ്കിൾ. 3 സൈഡഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിളും എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഷേപ്സിനെയാണ് റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത്. ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആർ ഈക്വൽ. സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ വരുന്ന ഷേപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 സൈഡഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ 3 സൈഡ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. ദെൻ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4 സൈഡഡ് ഫിഗർ, 4 ആംഗിൾസ്. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിളും സൈഡും. അതിന് നമ്മൾ എന്ത് പറയും? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ദെൻ പെൻറ്റഗൺ. എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5 സൈഡ്സും 5 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 5 സൈഡഡ് ഷേപ്പാണ് പെൻറ്റഗൺ. ദെൻ 6 സൈഡഡ് ഷേപ്പാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6 സൈഡഡ് ഷേപ്പ്. ഓക്കെ, ദെൻ ഹെപ്റ്റഗൺ എന്താ? 1, 2, 3, 4, 5, 6, 7 സൈഡഡ് ഷേപ്പാണ് ഹെപ്റ്റഗൺ. ഒക്ടഗൺ ആണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8 സൈഡഡ് ഷേപ്പാണ് ഒക്ടഗൺ. ദെൻ നൊനഗൺ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9 സൈഡഡ് ഷേപ്പാണ് നൊനഗൺ എന്ന് പറയുന്നത്. ദെൻ 10 സൈഡഡ് ഷേപ്പാണ് ഡെക്കാഗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഏത് ഷേപ്പ് ആയിരിക്കും വരയ്ക്കാനുള്ളത്? നമ്മൾ ഇനി അടുത്ത് 11 സൈഡഡ് ഷേപ്പാണ് വരയ്ക്കാൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഷേപ്പ് വരയ്ക്കണമെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് വരയ്ക്കണം? 11 സൈഡഡ് ഫിഗർ. കൂട്ടുകാരെ, 11 സൈഡഡ് ഫിഗർ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. ആദ്യം 11 ഡോട്ട് ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ 11 സൈഡഡ് ഫിഗർ കൂട്ടുകാർ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത പാറ്റേൺ നോക്കാം. കംപ്ലീറ്റ് ഗ്രാഫ്സ് എന്ന് പറയുന്ന പാറ്റേൺ നോക്കാം. ഇവിടെ 2 ഡോട്ട്സ് ഉണ്ടല്ലേ? 2 ഡോട്ട്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര ലൈനാണ് കിട്ടിയത്? 1 ലൈനാണ് കിട്ടിയത്. 2 ഡോട്ട്സ് ജോയിൻ ചെയ്തപ്പോൾ 1 ലൈൻ കിട്ടി. ദെൻ ഇതിനകത്ത് എത്ര ഡോട്ട്സ് ഉണ്ട്? 3 ഡോട്ട്സ്. 1, 2, 3 ഡോട്ട്സ് ജോയിൻ ചെയ്തപ്പോൾ 3 ലൈൻസ് കിട്ടി. ഓക്കെ, 3 ഡോട്ട്സ് ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ 3 ലൈൻസ് കിട്ടി. ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ എത്ര ലൈൻസ് കിട്ടി? ഇവിടെ 1, 2, 3, 4, 5, 6 ലൈൻസ് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 6 ലൈൻസ് വന്നു, ഇവിടെ 3 ലൈൻസ്, ഇവിടെ
1 ലൈൻ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് വരും ഇവിടെ എത്ര ഡോട്ട്സാ? 1 2 3 4 5. ഒരു പെൻഡഗൺ വരച്ചിട്ട് അതിനകത്ത് ഡോട്ട്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ 5 ദെൻ 6 7 8 9 10 അല്ലേ? അപ്പോൾ എന്ത് വന്നു? 10 ലൈൻസ് വന്നു. ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6. ഈ 6 ഡോട്ട്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എത്ര ലൈൻസ് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 1 2 3 4 5 6. ദെൻ അകത്ത് എത്ര വരും? 7 8 9 10 11 12. ദെൻ എങ്ങനെ വരും? 13 14 15. കണ്ടോ? അപ്പോൾ എത്ര ലൈൻസ് ആയി? 15 ലൈൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ പാറ്റേൺസ് എന്താണ്? 1 3 6 10 15. അപ്പോൾ നമ്മൾ അടുത്ത ഫിഗർ എങ്ങനെയാണ് വരയ്ക്കാനുള്ളത്? ഇവിടെ 6 സൈഡഡ് ഫിഗർ ആണ് ആദ്യം കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് വരയ്ക്കുമ്പോൾ 7 സൈഡഡ് വരയ്ക്കണം. 7 സൈഡഡിന് പറയുന്ന പേരാണ് എന്ത്? ഹെപ്റ്റഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ആദ്യം 7 ഡോട്ട്സ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇതിലെ ലൈൻസ് എണ്ണി നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര ലൈൻസ് വരും? 21 ലൈൻസ് വരും. കൂട്ടുകാരൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഫിഗർ നോക്കാം. ഇവിടെ സ്റ്റാക്ഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാക്ഡ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് 1 സ്ക്വയർ, ദെൻ 1 2 3 4 സ്ക്വയർ ഉണ്ട് അല്ലേ? 4 സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? 2 × 2 എന്ന് എഴുതിക്കൂടെ? ദെൻ 1 2 3 4 5 6 7 8 9 സ്ക്വയേഴ്സ് ഉണ്ട്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 × 3 എഴുതാം. വരും 1 2 3 4. താഴോട്ടാണെങ്കിൽ 1 2 3 4. അപ്പോൾ 4 × 4 ഇതിനകത്ത് 16 സ്ക്വയേഴ്സ് വരും. 16 സ്ക്വയർ മീൻസ് എന്താണ്? 4 × 4 16. ദെൻ ഇവിടെ നോക്കാം 1 2 3 4 5. ഇവിടെ 1 2 3 4 5. അപ്പോൾ ഇതിനകത്ത് എത്ര സ്ക്വയേഴ്സ് വരുമെന്ന് കണ്ടുപിടിക്കാം. 5 × 5 ചെയ്താൽ മതിയല്ലോ. ടോട്ടല് 25 സ്ക്വയേഴ്സ് വരും. 25 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5. 5ന്റെ സ്ക്വയർ ആണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗർ വരയ്ക്കാമല്ലോ. എത്ര വരും? കോളം വൈസ് ആയാലും റോ വൈസ് ആയാലും 6 സ്ക്വയേഴ്സ് വീതം വരയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? 6 × 6 36 ആണ് അല്ലേ? 6 × 6. കൂട്ടുകാരെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് സ്ക്വയറിന്റെ ഷേപ്പിൽ നല്ല രീതിയിൽ വരയ്ക്കണം കേട്ടോ. അടുത്ത ഫിഗർ നോക്കാം. ദ സ്റ്റാക്ഡ് ട്രയാങ്കിൾസ്. ഇവിടെ സ്റ്റാക്ഡ് സ്ക്വയേഴ്സ് ആയിരുന്നു, ഇവിടെ സ്റ്റാക്ഡ് ട്രയാങ്കിൾസ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് 1 ട്രയാങ്കിളേ ഉള്ളൂ. അപ്പോൾ 1. ദെൻ ഇവിടെയോ? ഇവിടെ 1. ദെൻ 1 2 3. ഇവിടെ എന്ത് വരും? 3 ട്രയാങ്കിൾസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 4 ട്രയാങ്കിൾസ് വന്നു. ദെൻ ഇവിടെ 1, ഇവിടെ 1 2 3. ദെൻ ഇവിടെ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. ദെൻ ഈ ട്രയാങ്കിളിനകത്ത് എത്ര വരും? 1 1 2 3. ഇവിടെ 1 2 3 4 5. ഇവിടെ 1 2 3 4 5 6 7 ട്രയാങ്കിൾസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 16 ട്രയാങ്കിൾസ് ടോട്ടൽ വരും. ഇവിടെ 1 1 2 3. ദെൻ ഇവിടെ 1 2 3 4 5. ദെൻ 1 2 3 4 5 6 7. ഇതിനടുത്ത് എന്ത് വരുമായിരിക്കും? നമ്മുടെ ട്രയാങ്കിൾസിന്റെ പാറ്റേൺസ് കണ്ടോ? 1 3 5 7. അടുത്ത് എന്ത് വരും? 9 വരും അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ഇവിടെ എത്ര ട്രയാങ്കിൾസ് വരും? കൗണ്ട് ചെയ്യുമ്പോൾ 10 25 വരും അല്ലേ? 25 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അടുത്ത ട്രയാങ്കിൾ നമ്മൾ പാറ്റേൺ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഞാൻ ഇതിനെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു തരാം. ഇവിടെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്ത പാറ്റേൺ വരയ്ക്കുമ്പോൾ ദെൻ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ ലൈൻ ജോയിൻ ചെയ്യുക. കൂട്ടുകാർ നല്ല ഭംഗിക്ക് വരയ്ക്കണം. ദെൻ ഈ ട്രയാങ്കിൾസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾസ് വരണം? ഇവിടെ 9 കഴിഞ്ഞടുത്ത് 11 വരണം. ഓക്കെ അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, അപ്പോൾ നമുക്ക് 11 ട്രയാങ്കിൾസ് വന്നു. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിവിടെ ഉണ്ടായിരുന്ന ഇതിൽ 25 ആയിരുന്നു. ദെൻ ഇപ്പോൾ നമ്മൾ വരച്ചതിൽ എത്ര ട്രയാങ്കിൾസ് വരും? ടോട്ടല് 36 വരും അല്ലേ? ഓക്കെ, ദെൻ അടുത്ത എന്താ? കോസ് സ്നോഫ്ലേക്ക് എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് എത്ര സൈഡ് ഉണ്ട്? 1 2 3 സൈഡ് ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ ഇതിനകത്ത് എത്ര സൈഡ് വരും? 1 2 3 4 5 6 7 8 9 10 11 12 സൈഡ്. ദെൻ അപ്പോൾ 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 12 കിട്ടിയത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇവിടെ കൂട്ടുകാർ ഓരോ സൈഡും
കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 48 സൈഡ്സ് എന്ന് കിട്ടും. അവിടെയും എന്താണ്, ഈ 12നെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 48 വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇവിടുത്തെ ഈ ഫിഗറിന്റെ സൈഡ് എണ്ണി നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും, വീണ്ടും 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 192 സൈഡ്സ് എന്ന് വരും. 48നെ 4 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 192 സൈഡ്. അപ്പോൾ അടുത്ത ഫിഗറിൽ എത്ര സൈഡ് വരുമെന്ന് അറിയാൻ എന്ത് ചെയ്യും, ഈ 192നെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 192 ഇൻറ്റു 4 8 6 3 7 68 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂട്ടുകാർ കൗണ്ട് ചെയ്ത് നോക്കും. ഇതെങ്ങനെയാണ് ഈ ഫിഗർ വരയ്ക്കാനുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. വീണ്ടും നമ്മൾ ഈ ഓരോ സൈഡിലും വീണ്ടും ഓരോ ട്രയാങ്കിൾസ് വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ദെൻ ഇതിൻ്റെ മിഡിൽ വരുന്ന പോർഷൻസ് റബ്ബ് ചെയ്ത് കളയുക. ദെൻ ഇവിടെ ഇങ്ങനെ ആദ്യം ഓരോ സൈഡിലും ഓരോ ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ മിഡിലിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗം എന്ത് ചെയ്യണം, റബ്ബ് ചെയ്യണം. അങ്ങനെയാണ് അടുത്ത ഫിഗർ കിട്ടുന്നത്, ഈ ഫിഗർ. ദെൻ അവിടെയും അടുത്ത ഓരോ സൈഡും ഇതുപോലെ ട്രയാങ്കിൾ വരച്ച് റബ്ബ് ചെയ്ത് കളയുക. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഈ കോച്ച് സ്നോഫ്ലേക്സ് എന്ന് പറയുന്ന പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കൂട്ടുകാരൊന്ന് നല്ല ഭംഗിയായിട്ട് ചെയ്ത് നോക്കുക. അത്രയുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓരോ പാറ്റേൺസും നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മാത്രം കൂട്ടുകാരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? താങ്ക് യു.